ഹലോ മുത്തുമണീസ്. അപ്പോൾ എത്ര പെട്ടെന്നാലേ ഓരോ മാസങ്ങളും വർഷങ്ങളൊക്കെ തീരുന്നേ. ദേ ഇപ്പോൾ 2024 തീർന്ന് 2025 സ്റ്റാർട്ടായി. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയതുകൊണ്ട് എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ പാലക്കാട് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ തീം അടിപൊളിയാണ് കേട്ടോ. ഗുണ കേവിൻ്റെ തീമിലാണ് അവർ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറകളൊക്കെ സെയിം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ 120 റുപ്യാണ് നമുക്ക് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ്റെ ലാസ്റ്റ് സൺഡേ ആയതുകൊണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായിട്ടുള്ളൂ, 1 വീക്ക് എങ്ങാനും ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു തിരക്ക് കാരണം. അപ്പോൾ ശരിക്കും ഒരു ഗുഹയ്ക്കകത്ത് കയറിയാൽ എന്തായിരിക്കും ഫീൽ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നല്ല തിരക്ക് കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. കാണുമ്പോഴേ മലൻ്റെ തന്നെ തലി വീഴുമോ? അതാ അവിടെ ഒരു പാറക്കല്ല് ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് വവ്വാലാണ്. പിന്നെ ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ, നമ്മുടെ ആ ഗുണ കേവ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു സെയിം ഗേറ്റ്, അതിൽ കാണുന്ന സെയിം ഗേറ്റാണ് ആ താഴത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗേറ്റ്. ഇതാണ് ഗുഹ. ഇല്ല, ശരിക്കും ഒരു ഗുഹ തന്നെയല്ലേ ഗൈസ്. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഫിലിംസിലെ ഗുണ കേവിലെയും പിന്നെ അതുപോലെ ഗുണ ഫിലിമിലെയും മഞ്ഞുമൽ ബോയ്സിലെയും നമുക്ക് വോയിസ് ഓവർ ബാക്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതേ നമ്മുടെ കുട്ടേട്ടൻ കയറിൽ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഗുണ കേവിൻ്റെ സ്റ്റോറി, അതുപോലെ മഞ്ഞുമൽ ബോയ്സ് വന്നതിൻ്റെ സ്റ്റോറിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിയൽ ഹീറോസും അതിൻ്റെ പിക്ചറൊക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗുണ കേവ് കഴിഞ്ഞാൽ സ്നോ വേൾഡാണ്. സ്നോ വേൾഡ് വലിയ കാര്യമായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അവിടെ കാണുന്ന കുറച്ച് അനിമൽസ്, പിന്നെ ആ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മിറാക്കിൾ ഗാർഡൻ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ, നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ടായിരുന്നു. പക്ഷേ തിരക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ. ആ ഒരു പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ റൂഫിംഗ് ഒക്കെ കുറേ കുടകൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മിറാക്കിൾ ഗാർഡനിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രത്യേക തരം നല്ല മെലഡി സോങ് പോലുള്ളൊരു സോങ്ങൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പുകളാണുള്ളത്. സാധാരണ ഷോപ്പുകൾ ഫെസ്റ്റിന് ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കുറവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റൈഡുകളാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ഡാൻസിലും ഫ്രീസ്ബിയിലും കയറിയിരുന്നു. തോണിയിലൊക്കെ ഇരിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ വലിപ്പം കൂടുതൽ ഒന്നാമത്, പിന്നെ എൻ്റെ കൂടെ ഇരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ അതിന് നിന്നില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് സഞ്ചാരി പറയുന്ന ഷെഫ് പിള്ള സാറിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് പാലക്കാട് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയാണ് പോയി കഴിച്ചത്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെനു കാർഡ് എന്ന് പറയാൻ പറ്റില്ല, മെനു ബുക്ക് എന്ന് തന്നെ പറയണം. അപ്പം അത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പിള്ള സാറ് വെൽക്കം ചെയ്തുകൊണ്ട് കുറച്ച് നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഡിഷസ് ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ മെനു ബുക്ക് എന്ന് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കി എനിക്ക് മതിയായി. അവസാനം ഞങ്ങളൊരു ചേച്ചിനെ വിളിച്ചിട്ട് ഓർഡർ പറഞ്ഞു. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ കഴിച്ചത് അപ്പവും മപ്പാസും, വെജ് മപ്പാസും, അതുപോലെ പൊറോട്ടയും കടായി ചിക്കനും. അതാണ് ഞങ്ങൾ മേടിച്ച് കഴിച്ചത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ബൈ.